ശശി തരൂർ വീണ്ടും ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നു. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തില് ചില പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ശശി തരൂർ ഇതിനു മുമ്പ് ചില വെടികൾ പൊട്ടിച്ചിട്ടുണ്ട്. ശശി തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, ലോകസഭാ അംഗം തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവ് കൂടിയാണ് ശശി തരൂർ. അങ്ങനെ കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥനാണ്, കടമപ്പെട്ടവനാണ്. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ, കോൺഗ്രസിന്റെ നയം, കോൺഗ്രസിന്റെ പരിപാടികൾ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ശശി തരൂരിന്റെ ചുമലിലുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനെ പലപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിലാക്കിക്കൊണ്ടാണ് ശശി തരൂരിന്റെ ചില പ്രസ്താവനകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഇപ്പോഴത്തെ നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് റഷ്യയും യുക്രൈനും ഒരുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നു, അവർക്ക് സ്വീകാര്യനാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് ശശി തരൂർ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈന് വിരുദ്ധമാണ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയ പരിപാടികൾക്ക് വിരുദ്ധമാണ്, കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ശശി തരൂരിന്റെ പ്രസ്താവന പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അത് ചില പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. ശശി തരൂർ പറഞ്ഞതിന് രാഷ്ട്രീയമില്ല എന്ന് ശശി തരൂർ പറയുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ആ നേതാവ് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടതായാലും ആ നേതാവ് ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ, ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ, ഒരു ലേഖനം എഴുതുമ്പോൾ, ഒരു അഭിമുഖം നടത്തുമ്പോൾ ആ നേതാവ് എന്താണോ പറയുന്നത് അത് ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായിരിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുമ്പോഴാണ് അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്. ഇത് നല്ലതാണോ തെറ്റായ കാര്യമാണോ എന്നതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നിന്നുകൊണ്ട്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ അംഗമായിരുന്നുകൊണ്ട്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ടിക്കറ്റിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ലോകസഭ അംഗമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സംസാരിക്കാനും പ്രസംഗിക്കാനും പ്രസ്താവനകൾ ഇറക്കാനും ലേഖനം എഴുതാനും ഒക്കെ ബാധ്യസ്ഥരാണ് ശശി തരൂർ. ഇത് ശശി തരൂരിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും പലപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ റേഞ്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പലപ്പോഴും ബി.ജെ.പി. നേതാക്കളുടെ, ബി.ജെ.പിയുടെ അനുഭാവം അദ്ദേഹത്തിന് ലഭിക്കുകയും അത് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം കാണേണ്ടുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഇന്ത്യയിലാകമാനം
പല സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കോൺഗ്രസിന്റെ ഗ്രിപ്പുകൾ പലതും അയഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, രാഷ്ട്രീയ കാലഘട്ടം. കോൺഗ്രസിന്റെ ദൗർബല്യങ്ങള്, കോൺഗ്രസിന്റെ ബലക്ഷയങ്ങള് ഉപയോഗപ്പെടുത്താൻ തക്കം നോക്കിയിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മറുഭാഗത്ത്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ട് പുതിയ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. എന്തുകൊണ്ട് ഇതിന്റെ എല്ലാം പേരിൽ ശശി തരൂരിന്റെ പേരിൽ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള കെൽപ്പ്, അതിനുള്ള ആർജവം കോൺഗ്രസിന് ഒരുപക്ഷെ നഷ്ടപ്പെട്ടതുകൊണ്ടാവാം. എന്തായാലും തരൂർ പറഞ്ഞ കാര്യം കുറെയൊക്കെ ശരിയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ, ആ കോൺഗ്രസിന്റെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു നേതാവെന്ന നിലയിൽ, അതിന്റെ ഏറ്റവും പരമോന്നത സമിതിയിൽ അംഗമായിരിക്കുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങളെ നോക്കിക്കാണാനും അതനുസരിച്ച് സംസാരിക്കാനും പ്രസ്താവന ഇറക്കാനും ലേഖനങ്ങൾ എഴുതാനും അഭിമുഖം നടത്താനും ഒക്കെ അവകാശമുള്ളൂ. അദ്ദേഹം ഒരു ലേഖനം എഴുതുമ്പോൾ, ഒരു അഭിമുഖം നടത്തുമ്പോൾ, ഒരു പ്രസ്താവന നടത്തുമ്പോൾ, ഒരു പ്രസംഗം നടത്തുമ്പോൾ അതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടും. കാരണം അദ്ദേഹം ഒരു അന്തർദേശീയ ഫിഗർ കൂടിയാണ്. അതിലുപരി കോൺഗ്രസിലെ ഉയർന്ന നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസിന്റെ ഭൗതിക കേന്ദ്രത്തിലെ പ്രധാനിയാണ് ശശി തരൂർ. ശശി തരൂരിന്റെ ദീർഘമായ രാഷ്ട്രീയ വീക്ഷണം, ആ രാഷ്ട്രീയ വീക്ഷണം കോൺഗ്രസിനകത്ത് മറ്റ് പലർക്കും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു സത്യമായിട്ടൊരു വസ്തുതയായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ശശി തരൂരിന്റെ പ്രസ്താവന പലപ്പോഴും മാധ്യമങ്ങളും അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റ് മീഡിയകളുമെല്ലാം വളരെ പ്രാധാന്യത്തോടെ കാണുന്നതും അത് വാർത്തയാക്കുന്നതും. ശശി തരൂരിനെ അത് ഓരോ പ്രസ്താവന വരുമ്പോഴും ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു, BJP സർക്കാരിലെ കേന്ദ്ര മന്ത്രിയാവുന്നു തുടങ്ങിയ പൊടുപ്പും തൊങ്ങലും വെച്ചുള്ള വാർത്തകൾ അതിൻ്റെ പുറകെ വരാറുണ്ടെന്നുള്ളതും നേരാണ്. ഇതെല്ലാം ശശി തരൂരിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല വീണ്ടും അദ്ദേഹം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പ്രസ്താവനകളും ഇറക്കുന്നതും ലേഖനങ്ങൾ എഴുതുന്നതും. ഇവിടെ റഷ്യയും യുക്രൈനും ഒരുപോലെ നരേന്ദ്രമോദിയെ അനുമോദിക്കുമ്പോൾ, ഇന്ത്യയുടെ വിദേശ നയത്തെ അംഗീകരിക്കുമ്പോൾ, ഇന്ത്യയുടെ യുദ്ധനയത്തെ അംഗീകരിക്കുമ്പോൾ, ഇന്ത്യയുടെ സമാധാനപരമായ കാഴ്ചപ്പാടിന് പിന്തുണ നൽകുമ്പോൾ അവിടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിൽ ഉപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ശശി തരൂരിന്റെ ലേഖനത്തിലൂടെയും ശശി തരൂരിന്റെ അഭിപ്രായത്തിലൂടെയൊക്കെ ഇതിനു മുമ്പും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതായിരിക്കും ശശി തരൂർ ഇപ്പോഴും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള പ്രസ്താവനകൾ ഇനിയും ശശി തരൂരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോഴെല്ലാം അത് രാഷ്ട്രീയത്തിലെ പ്രകമ്പനം കൊള്ളിക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിസന്ധിയിൽ എത്തിക്കുകയും ചെയ്യും എന്ന് ഒരു മുന്നറിയിപ്പ്, ഒരു മുൻഗണന, ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡി നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.